നമസ്കാരം. വയനാട് ദുരന്തത്തിൻ്റെ ബാക്കിപത്രം. കള്ളാടിയിലുണ്ടായ ദുരന്തത്തെക്കുറിച്ചും അത് കരാറുകാരൻ്റെയോ അല്ലെങ്കിൽ നിർമ്മാതാക്കളുടെയോ അതോ അതിനനുബന്ധമായ ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെയോ ആരുടെ പിഴവാണ് അല്ലെങ്കിൽ എവിടെയാണ് അതിൻ്റെ ലാക്കുണ അല്ലെങ്കിൽ തെറ്റ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കാൻ ഈ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ ഒരു സമിതിയെ സർക്കാർ ചുമതലപ്പെടുത്തി. അത് സന്തോഷമുള്ള കാര്യമാണ്. കാരണം സ്വാഭാവികമായിട്ടൊരു വിഷയമുണ്ടായി, 6-7 പേർ മരിച്ചു. അപ്പോൾ അതിനി എന്താണ് ബാക്കി, അതിൻ്റെ തുടർന്ന് അങ്ങോട്ടുള്ള നീക്കം എന്താണെന്ന് അറിയാൻ തീർച്ചയായിട്ടും ഒരു സമിതിയുടെ പ്രവർത്തനങ്ങൾ സഹായകരമാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് 1 മാസ സമയമോ മറ്റോ സമിതിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സമിതി അവിടെ സന്ദർശിക്കും, സമിതി റിപ്പോർട്ട് കൊടുക്കും. വയനാട് ദുരന്തത്തെ സംബന്ധിച്ച് എല്ലാ കൺസ്ട്രക്ഷനുകൾ നടക്കുന്ന സ്ഥലത്തും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിക്കുന്നു. കൊങ്കൺ റെയിൽവേ പണിതപ്പോഴും കുറേ ദുരന്തമുണ്ടായി. മുല്ലപ്പെരിയാർ പണിതപ്പോഴും ദുരന്തമുണ്ടായി, കുറേ അധികം ആളുകൾ. പക്ഷെ അത് മരിച്ചത് പനി വന്നും തണുപ്പും പനിയും ഒക്കെ വന്നിട്ടാണ്, അല്ലാതെ കൺസ്ട്രക്ഷൻ്റെ ഒരു കുഴപ്പം കൊണ്ടല്ല. നമ്മളൊരു കാര്യം വളരെ വ്യക്തമായും സത്യസന്ധമായും മനസ്സിലാക്കിയിരിക്കണം. മുല്ലപ്പെരിയാർ ഡാം പണിയുന്നത് എത്രയോ 130 വർഷങ്ങൾക്ക് മുമ്പാണ്. അത് ഇത്രയും അത്യാധുനിക സംവിധാനങ്ങളില്ല. കൊങ്കൺ റെയിൽവേ പണിയുമ്പോഴും ഇല്ല, ഇത്രയും വലിയ സംവിധാനമില്ല. ഇപ്പോൾ കുറച്ചുകൂടി കമ്പ്യൂട്ടറൈസ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ മോഡലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ചുകൂടെ പുതിയ യുഗത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. പദ്ധതിയുടെ EIA നടത്തി കൊടുത്തു, SIA നടത്തി, സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തി, സാമൂഹിക ആഘാത പഠനം നടത്തി, സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. അതിനെ സംബന്ധിച്ച് ഇന്നൊരു വിവാദം വന്നിട്ടുണ്ട്. അത് ഒരു കോളേജാണ്, പാരലൽ കോളേജായിരുന്ന ഒരു കോളേജ് പിന്നെ കോളേജായി മാറിയ ഒരു കോളേജാണ്. അതിൽ 4 ഗവേഷക വിദ്യാർത്ഥികളാണ് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തി കൊടുത്തത് എന്നൊരു വാദം വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു തർക്കവും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതൊക്കെ പരിശോധിക്കട്ടെ, സമിതി വെച്ചിരിക്കുന്ന. നമ്മളിപ്പോൾ ആരെയും തർക്കിക്കാനോ അവർക്ക് അതിന് കേപ്പബിലിറ്റി ഉണ്ടോ? കാരണം അവർ എംപാനൽ ചെയ്തിട്ടുണ്ടായിരിക്കും. എംപാനൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ കാണും, ഒക്കെ നടപടിക്രമം കാണുമല്ലോ. സർക്കാർ സംവിധാനങ്ങളൊക്കെ ആകുമ്പോൾ നടപടിക്രമം കാണും. അത് ചിലപ്പോൾ പാലിച്ചിട്ടായിരിക്കും അവർ ചെയ്തത്, നമുക്കതറിയില്ല. എന്തായാലും അതൊക്കെ പരിശോധിക്കപ്പെടുന്നുണ്ട്. എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തുമ്പോൾ ആ പദ്ധതി പ്രദേശത്തിന് വേണ്ടിയിട്ടാണ് കൂടുതൽ നടക്കുന്നത്. അതിൻ്റെ മോൾഭാഗവും താഴ്ഭാഗത്തേക്കുള്ള അതിൻ്റെ ബഫർ സോണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ അക്സസറി ഏരിയ എന്നോ ഒക്കെ ഉള്ള പ്രദേശത്തേക്കുള്ള ഒരുപാട് കൺസർവേഷനൊന്നും അങ്ങനെ അതിൻ്റെ ഒരു മാൻഡേറ്റിൽ വരാറില്ല. എന്നാൽ അത് പഠനവിധേയമാക്കണ്ടേ എന്ന് ചോദിച്ചാൽ പഠനവിധേയമാക്കേണ്ടതുമാണ്. വയനാട് പോലുള്ള ഒരു ഭൂമിശാസ്ത്ര പ്രദേശത്ത് കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ കൺസ്ട്രക്ഷൻ നടത്തണോ വേണ്ടേ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമായി അവിടെ നിൽക്കുന്നു. അത് വേറൊരു ചോദ്യമാണ്. ഇത് എത്ര കൺസ്ട്രക്ഷൻ ആകാം, അവിടെ കൺസ്ട്രക്ഷൻ വേണോ, അവിടത്തേക്ക് എത്ര ജനങ്ങളെ കൊണ്ടുപോകണം, അതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി എന്താണ്, അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കലാണോ അതോ കൂടുതൽ ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോകലാണോ, എന്താണ് വയനാടിന് ചെയ്യേണ്ടതെന്നുള്ള വേറൊരു ചോദ്യമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ആ ചോദ്യം, പ്രൈമറി ചോദ്യം അവിടെ നിൽക്കുന്നു. സെക്കൻഡറി ചോദ്യമാണ്, നമ്മൾ വർക്ക് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമുള്ള വിഷയമാണ്. ഇത് കൺസ്ട്രക്ഷൻ നടന്നിരിക്കുന്നത് വളരെ എത്തിക്കലായിട്ടും പ്രൊഫഷണലായിട്ടും ടെക്നോക്രാറ്റ് പരമായിട്ടും ടെക്നോളജി പരമായിട്ടൊക്കെ ആണോ എന്നുള്ള സംശയങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. പക്ഷേ ഈ സംശയങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും പഴിക്കുന്ന ഒരാൾ മഴയെയാണ്. അവിടെ നമുക്കൊരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. മഴ ഒരു ട്രിഗറിങ് ഫാക്ടർ തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിനെയൊക്കെ ആക്സിലറേറ്റ് ചെയ്യുന്ന ഒരു ട്രിഗറിങ് ഫാക്ടർ തന്നെയാണ് മഴ. ഷുഗർ പേഷ്യൻ്റ് ആയിരിക്കുന്ന ഒരാളിൻ്റെ ബോഡിയിൽ മധുരം ഒരു ആക്സിലറേറ്ററി ഫാക്ടറാണ്. മധുരമല്ല ഷുഗർ ഉണ്ടാക്കിയതിൻ്റെ പ്രധാന കാരണം. പരമ്പരാഗതമായി ഷുഗർ വരാറുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ചോദിക്കും, പാരമ്പര്യമുണ്ടോ, അച്ഛനും അമ്മയ്ക്കൊക്കെ വന്നിട്ടുണ്ടോ? ഉണ്ട്. എങ്കിൽ ചെറിയ മക്കൾക്ക് പോലും ഷുഗറിൻ്റെ പ്രശ്നങ്ങൾ വരാറുണ്ട്, BP-യുടെ പ്രശ്നങ്ങൾ വരാറുണ്ട്, ചെറിയ മക്കൾക്ക് ഷുഗർ വരാറുണ്ട്. ഇപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചു വന്നു. കുഞ്ഞുങ്ങളാണ്, അവരൊരുപാട് പഞ്ചസാരയൊന്നും കഴിച്ചിട്ടല്ല. പക്ഷേ എന്നാൽ മധുരം കഴിക്കുമ്പോൾ ഇത് കൂടുതൽ ട്രിഗർ ചെയ്യപ്പെടും. ഇതാണ് എൻ്റെ ഒരു അനോളജി. അതുപോലെ ഒരു പ്രദേശത്ത് ഭൂമിയുടെ ഘടന, അവിടുത്തെ ശിലകളുടെ ഘടന, ചരിവിൻ്റെ സ്വഭാവം, അവിടുത്തെ ലാൻഡ് യൂസ്,
ഫ്രാക്ചറുകളുണ്ടോ അതിൽ, അതായത് അത് ഞാൻ ജിയോളജിക്കൽ ടൈം പറഞ്ഞാണ്, ഫ്രാക്ചർ ഉണ്ടോ, ലീനിയൻമെൻറ്റ് കറക്റ്റാണോ, ഏത് ടൈപ്പ് സോയിലാണ്, ഏത് ടൈപ്പ് പാറയാണ്, പാറയുടെ ആയുസ് എത്രയാണ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നൂറുകണക്കിന് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ ട്രിഗർ ചെയ്യുന്ന ഒരു ഡിസാസ്റ്ററിലേക്ക് ട്രിഗർ ചെയ്യുന്നത് തീർച്ചയായിട്ടും മഴ തന്നെയാണ്. മഴ മാത്രമല്ല ഡിസാസ്റ്ററുകൾ ഉണ്ടാക്കുന്നത്, മഴ കഴിഞ്ഞിട്ടും ഡിസാസ്റ്റർ വരാറുണ്ട്, കാറ്റിൻ്റെ ഫലമായ ഡിസാസ്റ്റർ വരാറുണ്ട്, പലതരത്തിൽ ഡിസാസ്റ്റർ വരാറുണ്ട്. അപ്പോൾ ഡിസാസ്റ്റർ ആവുന്നപ്പോഴാണ് ആളുകൾക്ക് അപകടം ഉണ്ടാപ്പോഴല്ലേ, അല്ലാതെ കാട്ടിലൊക്കെ എന്തോരം സംഭവിക്കുന്നു, ഉരുൾപൊട്ടലൊക്കെ. അപ്പോൾ തിരിച്ചാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഒറ്റമൂലി അല്ലെങ്കിൽ ഒരു വൺ ഫാക്ടർ പ്രതിയെ കണ്ടുപിടിക്കൽ, ഇവനാണ് കുറ്റക്കാരൻ, മഴയാണ് കുറ്റക്കാരൻ, മഴ എന്തിനു പെയ്തു എന്ന് ചോദിച്ചാൽ ഇതിനേക്കാൾ മഴ പെയ്യുന്ന സ്ഥലങ്ങൾ വയനാടുണ്ട്, അവിടെ ഉരുൾപൊട്ടുന്നില്ല. നിരന്തരം വലിയ മഴയുണ്ട്, ആ മഴ അങ്ങനെ താങ്ങാവുന്ന ഒരു ഭൂമിശാസ്ത്രം അവിടെ ഉണ്ട്. അപ്പോൾ എവിടെയാണ് പിഴച്ചത്, എവിടെയാണ് പരിക്ക് പറ്റിയത്? ഇത് മനുഷ്യൻ്റെ ഇടപെടലാണോ? ഇപ്പോൾ ചൂരൽമല പൊട്ടിയത് മുകളിലാണ്, പക്ഷെ ആളുകൾ ഒരുപാട് നശിച്ചത് താഴെ കോൺകേവ്, അത് താഴെയുള്ള പുഴയുടെ പുളഞ്ഞൊഴുകുന്ന പുഴയുടെ തീരത്തുള്ളവരെയാണ് ഉപദ്രവിച്ചത്, നാശനഷ്ടം ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ടുള്ള മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ബഹുതലങ്ങളിലുള്ള പഠനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടക്കുകയും അതിനാവശ്യമായ വളരെ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അത്തരത്തിലുള്ള ലാൻഡ് യൂസിന് പോലും വളരെയധികം പ്രാധാന്യമുണ്ട്. ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ചെടിയാണ്, മരമാണോ, അല്ലെങ്കിൽ തന്നാണ്ട് വിളയാണ്, തന്നാണ്ട് വിള അതാത് വർഷം തന്നെ എടുക്കുന്ന പെട്ടെന്ന് മണ്ണിനെ ഇളക്കി മറിക്കുന്ന വിളകളാണോ ചെയ്തിരിക്കുന്നത്, സെറ്റിൽമെൻറ്റ് പാറ്റേൺ എന്താണ്, ഹാബിറ്റാറ്റ് പാറ്റേൺ എന്താണ്, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇതെല്ലാം ചേർത്തിട്ടാണ് ഒരു പ്രകൃതി പ്രതിഭാസം ദുരന്തമായി മാറുന്നത്. പ്രകൃതിയുടെ പ്രതിഭാസങ്ങളാണ് ഉരുൾപൊട്ടലും ഭൂകമ്പവും അഗ്നിപർവ്വത സ്ഫോടനവും ലാവ പുറത്തു വരുന്നതും തൂഫാനും, ഇത് സകലവിധ കാറ്റും എല്ലാം പ്രകൃതിയുടെ പ്രതിഭാസമാണ്. അത് ബാലൻസ് ചെയ്തേ കഴിയും പ്രകൃതിക്ക്. നമ്മുടെ വയറ്റിലേക്ക് ആഹാരം പോയാൽ അതിൻ്റെ ഡൈജഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ ബാക്കി പുറത്ത് പോയേ കഴിയൂ. ഇറ്റ് ഈസ് എ ഡൈനാമിക് ബോഡിയാണ് എർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഡൈനാമിക് ബോഡിയിൽ ഈ ആക്ടിവിറ്റീസ് എല്ലാം നടന്നേ കഴിയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബോഡിയെ പഠിക്കാതെ, ഈ ആക്ടിവിറ്റികളെ പഠിക്കാതെ, അതിൻ്റെ മെയിൻ കമ്പോണൻസിനെ പഠിക്കാതെ, കമ്പാർട്ട്മെൻറ്റുകളെ പഠിക്കാതെ, നമ്മൾ ട്രിഗർ ചെയ്യുന്ന ഫാക്ടർ മാത്രം വെച്ചുകൊണ്ട് മഴപാവിന് വെച്ചാൽ, അല്ലെങ്കിൽ IMD സമയത്ത് കാലാവസ്ഥ പറയാത്തതാണ്, അല്ലെങ്കിൽ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളെല്ലാം രക്ഷപ്പെട്ടേനെ എന്ന് പറയുന്ന ഒരു രീതി ശരിയല്ല. നമുക്ക് വയനാട് ദുരന്തത്തെ സമഗ്രമായി പഠിക്കണം. അതുകൊണ്ട് തന്നെ വളരെ സമഗ്രമായി പഠനങ്ങളും കാര്യങ്ങളും നടക്കട്ടെ. ഇപ്പോൾ റിപ്പോർട്ട് വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മൾ ഒരു സയൻറ്റിഫിക് ടെമ്പറുള്ള സൊസൈറ്റി എന്നുള്ള നിലയിൽ അതിവൈകാരികമായി വർത്തമാനം പറയുന്നതിൽ ഒരു കാര്യമില്ല, അതിന് സ്കോപ്പില്ല. നമുക്ക് മഴയെ പഴിക്കേണ്ട, ഒരു മുന്നണിയെയും പഴിക്കേണ്ട, റിപ്പോർട്ടുകൾ പുറത്തു വരട്ടെ, അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ നമുക്ക് വയനാട് ഇതൊരു തുരങ്കം വന്നപ്പോൾ സ്വാഭാവികമായും അത് പണിതതിൽ എന്തെങ്കിലുമൊക്കെ അപാകതകളും പ്രശ്നങ്ങളും ഗുരുതരമായ പ്രതിസന്ധിയുണ്ടോ എന്നത് കൂടി പഠനവിധേയമാക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും റിപ്പോർട്ട് വരുമ്പോൾ നമുക്കിത് ചർച്ച ചെയ്യാം. ഇതിനിടയിൽ സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിൻ്റെയും എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റിൻ്റെയും ഒക്കെ വിവരങ്ങളും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കാം.